ഒരു ഗ്രന്ഥം കണ്ടാൽ അതിൻ്റെ പിന്നിൽ ഒരു ഗ്രന്ഥകർത്താവ്, ഒരു ശില്പം കണ്ടാൽ അതിൻ്റെ പിന്നിൽ ഒരു ശില്പി, സൃഷ്ടികളെ കണ്ടാൽ അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവ്. വളരെ ലളിതമായ യുക്തിയാണ്. അപ്പം ഈ അർത്ഥത്തിൽ വേറെ ഇതല്ലാത്ത വേറൊരു വഴിയും ദൈവത്തെ അറിയാൻ ഇല്ല. പിന്നെ പ്രവാചകന്മാരുടെ സാക്ഷ്യമുള്ളത്. പക്ഷെ ഇത് സൃഷ്ടികളെ നോക്കിയാൽ തന്നെ മനുഷ്യന് എന്താക്കാൻ പറ്റും? മനസ്സിലാവുന്ന ഒരു വസ്തുത യാഥാർത്ഥ്യവുമാണ് ഈ സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ചുള്ള. അപ്പം ഇത് മാത്രമല്ല, ഞാൻ പലപ്പോഴും വിശുദ്ധ ഖുർആൻ പറയുന്നതനുസരിച്ച് സൃഷ്ടികളെ നോക്കി നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ സൃഷ്ടാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബോധ്യപ്പെടും. അതിലൊന്ന് സൃഷ്ടാവായ ദൈവത്തിൻ്റെ അസ്തിത്വമാണ്, മറ്റൊന്ന് പിന്നെ ദൈവത്തിൻ്റെ ഏകത്വമാണ്, മറ്റൊന്ന് ദൈവത്തിൻ്റെ മഹത്വമാണ്. ഇത് 3ഉം ഈ സൃഷ്ടികളെ നോക്കി മനുഷ്യനിങ്ങനെ ഓരോന്നോരോന്നെടുത്ത് ഇങ്ങനെ വിശകലനം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന് ബോധ്യപ്പെടും. ഇതിന് കെട്ടുകഥകളോ പഴംപുരാണങ്ങളോ ഒന്നുമല്ല ഇതിൻ്റെ അടിസ്ഥാനം. മനുഷ്യൻ ജനിച്ചത് മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രകൃതി പ്രപഞ്ചം, ഇതിലത്തെ യാഥാർത്ഥ്യങ്ങൾ നോക്കി ചിന്തിച്ചാൽ ബോധ്യപ്പെടുന്ന സത്യമാണ്.